കേരളം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ അൺബോക്സിംഗ് ഇപ്പൊ എന്താണെന്നറിയോ? കല്ലറയല്ല, സമാധി. തീ ചാടിയ സതി ജീവനോട് കൂടി കൊണ്ടുപോയി കോൺക്രീറ്റ് ചെയ്ത അത് സമാധി. ആ എന്താ സ്നേഹിക്കുന്നത്? നല്ല ടേം ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ നമ്മുടെ ആരാണ് സമാധിയായ? നമ്മളെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ട് ഈ സമയത്തിനെ കുറിച്ചിട്ടും പിന്നെ ഇവർ ഈ പറയുന്ന ചക്രങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്ട്രെയിറ്റ് അവേ ഞാൻ വേറെ കുറെ ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. ഓക്കെ, ഇതിപ്പോ ഈ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ എന്താണെങ്കിലും എന്താ കാര്യം മനസ്സിലാവില്ല. പിന്നെ ബോഡി അതിനകത്ത് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ അറിവൊന്നുമില്ല. ഞാനുള്ള ഒരു കാര്യം പറയാം. ചിലപ്പോ ഇനിയിപ്പോ ഈ പറഞ്ഞ കോൺക്രീറ്റ് ബ്ലോക്ക് മാറ്റുമ്പോ അതിനകത്ത് ബോഡി ഇല്ലെങ്കിൽ ദൃശ്യം മോഡലായ സീരിയസ് ആയിട്ട് പറയാ, ഇത്രയും ഗിമിക്കുകൾ കാണിക്കുന്നു. എന്തിനു വേണ്ടി? വിശ്വാസത്തിന് വേണ്ടി, എന്താ പറയാ, വിശ്വാസി സമൂഹത്തിനെ ഇളക്കി വിടാൻ വേണ്ടിയും അമ്പലത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസത്തിൽ പൊതിഞ്ഞിട്ടുള്ള, മതത്തിൽ പൊതിഞ്ഞിട്ടുള്ള, ആത്മീയതയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ട്രാക്കാണ് അവിടെ പിടിച്ചിട്ടുള്ളത്. അതായത് ഇപ്പൊ ചിലപ്പോ പൊളിച്ചു കഴിഞ്ഞാൽ സ്വാമി ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാമി ബ്രഹ്മമായി, പിന്നെ സ്വാമിനെ തപ്പിയാ കിട്ടില്ല. സ്വാമി ഇങ്ങനെ അമ്പലത്തിനകത്ത് ഒരു കുഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്പലത്തിനകത്ത് പോലീസിന് കയറാൻ പറ്റുമോ? ഇല്ല, വളരെ പാടാണ്. ഇവിടെ ഈ കത്തുനാട്. ഓക്കെ, ഇനിയിപ്പോ അങ്ങനെ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഇതിനകത്ത് ബോഡി ഇല്ലാത്തൊരു സാഹചര്യം, മാൻ മിസ്സിംഗ് കേസ് മാത്രമായിട്ട് എന്ത് ചെയ്യും? അവിടെ കഴിയും. ഇത്രയും പറഞ്ഞവരെല്ലാവരും അന്തം വിട്ടിരിക്കും. അപ്പൊ ഞാനടക്കം ഇരുന്ന് ഗസ് ചെയ്യാനേ പറ്റൂ. എന്ത് ബോഡി അതിനകത്തില്ല, ആള് ബ്രഹ്മമായി, ദൈവമായി. പിന്നെ നാളെ മുതൽ അവിടെ ഒഴുക്കാണ്. ആരത്? വിശ്വാസി സമൂഹത്തിന്. അയ്യോ, പറയാൻ പറ്റൂലേ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഒരു ചെറിയൊരു സംഭവം ചിലപ്പോൾ സംഭവിക്കാം എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞു വെച്ചാണ്. ചിലപ്പോൾ ഇതിനകത്ത് ബോഡി കാണാതിരിക്കാനും സാധ്യതകളുണ്ട്. ഓക്കെ, അങ്ങനെ വന്നാലും ആർക്കാണ് അഡ്വാൻറ്റേജ്? അവർക്കാണ് അഡ്വാൻറ്റേജ്. അപ്പൊ ഫൈൻ. ഇന്നത്തെ സംഭവ വികാസങ്ങൾ നമ്മൾ എങ്ങനെയാണ് നോക്കിയാൽ, ഈ അമ്മ ഇത് വേറെ സംഗതി എടി, ഞാൻ പറയട്ടെ. ഈ അമ്മ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളും മക്കള് പറഞ്ഞ കാര്യങ്ങളും ഈ സമാധി ചെയ്ത ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറും സമാധിയിലേക്ക് പോയ കുറെ ഫാക്ടേഴ്സ് നോക്കിയിട്ട് ഇനിയിപ്പോൾ അതിനകത്ത് ബോഡി ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഈ സമാധി സംഭവിച്ചിട്ടുണ്ടാവുക, ആൻഡ് വാട്ട് ഈസ് സമാധി? ഇവർ ഈ പറയുന്നതിലുള്ള വേരിയേഷൻസ് ഇന്നലെ പറഞ്ഞതിൽ നിന്നും, ഇന്നലെ ചക്രവും സമയമാണെന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഭർത്താവ് സമാധിയായി കഴിഞ്ഞിരുന്നോ? സമാധിയായി കഴിഞ്ഞ് ദേഹമെല്ലാം നല്ല ചൂടായിരുന്നു. അപ്പം ഞങ്ങളുടെ മക്കളെ ചൂടുണ്ടല്ലോടാ. അപ്പോൾ എൻ്റെ മോൻ മരിച്ചത്, എൻ്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം. മക്കളെ അമ്മ അവരൊക്കെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത്. ഇത് അച്ഛൻ സമാധിയായ പെട്ടെന്നൊന്നും തണുക്കൂല. വന്നും പോയി ആത്മാവിന് ശ്വാസത്തിന് വന്നും പോയാളെ ഞാൻ കണ്ടില്ല. ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ഞ് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു, അമ്മ ഇത് അച്ഛൻ പോയതാണ്, സമാധി ആയതാണമ്മ എന്ന്. ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമണം കൂട്ടും പോലെയല്ല, കാലൊക്കെ എടുത്ത് ധ്യാനത്തിന്. എൻ്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ്. ഇതിലിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ശ്രദ്ധിച്ചോ? ഒന്ന് ബോഡി ഹീറ്റ്. രണ്ടാമത് ആദ്യം മക്കള് പറഞ്ഞതിൽ ആരും ഇത് കണ്ടിട്ടില്ല. അമ്മേനൊക്കെ പിന്നെ കൊണ്ടുവന്ന ആദ്യം അമ്മ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നെ അമ്മ കണ്ടു എന്ന് പറഞ്ഞു, പിന്നെ തൊട്ടു എന്ന് പറഞ്ഞു, തൊട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ അമ്മ പറയുന്നു നെഞ്ചത്ത് മുടിപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് വേറൊരു സംഗതി ഇനി ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതിലിപ്പോ എന്താണ് തോന്നുന്നത്? എനിക്ക് ഇയാള് അമ്മപ്പോ എന്തേലും വിളിച്ചു കോമഡി അടിക്കാനല്ല പറഞ്ഞത്. എനിക്ക് ഇതിലിപ്പോ എന്തെങ്കിലും ഈ അമ്മ പറഞ്ഞതിലൊരു സംശയം തോന്നിയോ? സംശയം തോന്നി പറഞ്ഞാല് കണ്ടില്ല എന്ന രീതിയിൽ സംശയം തോന്നുന്നു. ഈ അച്ഛന്റെ ഇരിപ്പ് എങ്ങനെയാ ചമ്മറം പണിഞ്ഞിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ മൂത്ത മകൻ സംസാരിച്ച സമയത്ത് അയാൾ പറയുന്ന എന്താ, ചമ്മറം പണിഞ്ഞ് പ്രാണായാമം ചെയ്ത് പത്മാസനം ചെയ്ത് ബ്രഹ്മത്തിലേക്ക് പോയി എന്നാ പറയുന്നത്. ശരിക്കും നിങ്ങൾ ഈ കല്ലറ ഞാനിവിടെ സൈഡിൽ വെക്കാം, വ്യക്തിയുടെ കല്ലറ വെക്കാം. പത്മാസനം എന്ന് പറഞ്ഞ പോസ് ഞാനിവിടെ വെക്കുന്നുണ്ട്. അത് ലോട്ടസും വെക്കുന്നുണ്ട്, പിന്നെ ഹാഫ് ലോട്ടസ് പോസും വെക്കുന്നുണ്ട്. ലോട്ടസ് പോസും ഉണ്ട്, ഹാഫ് ലോട്ടസും ഉണ്ട് പത്മാസനത്തിൽ. ഈ പത്മാസനം ചെയ്യുന്ന യോഗികൾ കാലിങ്ങനെ ഇരിക്കും, ഫ്രണ്ടിലേക്ക് ഒരിക്കലും പ്രൊജക്ട് ചെയ്യില്ല. സൈഡ് വൈസ് ഈ കാല് നമ്മൾ എത്രയാണോ ദേഹത്തിന്റെ ആ ഒരു എടുത്ത് സൈഡ് വൈസ് കാല് ചമ്മറം വന്നിരിക്കുമ്പോൾ അങ്ങനെ വെക്കൂ.
ഈ പറഞ്ഞ ഗോപൻ സ്വാമിയുടെ കല്ലറ സ്നേഹം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ട് ഈ കല്ലറയിൽ. ഈ കല്ലറേന്റെ പിക്ക് ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് കാണിച്ചിട്ട് ഈ കല്ലറയ്ക്ക് എന്തെങ്കിലും കാല് നീട്ടി വെച്ചിരിക്കുന്ന ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ പത്മാസനത്തിലിരുന്ന് മരിച്ചൊരു വ്യക്തിയുടെ കാല് ഒരിക്കലും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരു പ്രൊജക്ഷൻ വരും എന്ന് എനിക്ക് പേഴ്സണലി അല്ല, അത് ചിലപ്പോ വേറെ എന്തെങ്കിലും എക്സ്ട്രാ വെച്ചതാണെങ്കിൽ ഞാൻ പറയാം. ഒരാള് മരിച്ചു, ഓക്കെ, ആ മരിച്ച ആള് സ്വയം ഇതേപോലെ പോയിട്ട് സമാധി ആയതാണെന്നുണ്ടെങ്കിൽ ഒന്ന് അയാളുടെ ദേഹത്ത് ഈ പറയുന്ന പോലെ ചൂട് നിൽക്കുക, ബോഡീന്റെ മണം വരിക, അല്ലെങ്കിൽ ബോഡി ഫ്ലെക്സിബിൾ അല്ലാതെ ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആ സ്ത്രീ തന്നെ പറഞ്ഞു അവരുടെ ഒരു മൂത്ത മകൻ മരിച്ചിട്ടുണ്ട് കേട്ടോ, അത് വേറെ കോൺട്രവേഴ്സി, അതൊക്കെ എന്തോ അത് പോട്ടെ, അതൊക്കെ പിന്നെ പറയാം, നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി. ഇതിലിപ്പോ ആ ലേഡി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആ ബോഡി ഫ്രീസ് ആവും, മനസ്സിലായോ, തണുക്കും. ഇവരിപ്പോ പറഞ്ഞത് വെച്ചിട്ട് എന്താ മനസ്സിലായ, ചൂടുണ്ടായിരുന്നു, തണുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, തണുക്കുന്നതിന് മുന്നേ പരിപാടി നോക്കണം എന്നൊക്കെ പറയുമ്പോ ഈ അച്ഛൻ വയ്യാതെ കിടക്കായിരുന്നു വീട്ടില്, കുറെ കാലം ബെഡ് റിട്ടേൺ ആയിരുന്നു, അങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്, കുടുംബക്കാർ പറയുന്നത്. ബെഡ് റിട്ടേൺ ആണ് ആള്, നടക്കാനും വയ്യ, ഒന്നിനും വയ്യാത്തൊരു മനുഷ്യനാണ്. ഒരു പക്ഷെ അയാൾ അവിടെ നിന്ന് മരിച്ചിട്ട് ഇയാൾ സമാധി ചെയ്യണമെന്ന് എപ്പോഴും പറഞ്ഞു കാണും, കല്ലും ചിലപ്പോ കൊടുന്ന് വെച്ച് കാണും. മരിച്ച വ്യക്തിയെ കൊണ്ടുവന്ന് കയ്യും കാലും ഒക്കെ മരവിച്ചു പോലടി, മനസ്സിലായ, കൊണ്ടുവന്ന് ഇരുത്തുന്ന സമയത്ത് ചിലപ്പോ ഇവർ ഈ പറഞ്ഞ പത്മാസനത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങേര് കയറി ഇരുന്നാ ഓക്കെ, അല്ലെങ്കിൽ പത്മാസനത്തേക്ക് എന്ത് ചെയ്യണം, മക്കള് തന്നെ കാലും കയ്യും മടക്കി വെച്ചിരിക്കുമ്പോ ഒരിക്കലും ഡെഡ് ബോഡിയിൽ അങ്ങനെ ഇരിക്കൂല, അല്ലെങ്കിൽ കെട്ടി വെക്കേണ്ടി വരും കാല്. എന്നാലും പുറത്തേക്ക് എന്ത് ചെയ്യും, ഈ സാധനം പ്രൊജക്ട് ചെയ്ത് വരും. ബോഡി ശരിക്ക് ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്ന ഒരു യോഗി, ഓക്കെ, ഇങ്ങനെ സ്വയം എന്താവുകയാണ്, ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുന്ന ഒരാളുടെ ബോഡിക്ക് വെയിറ്റ് പോലും കാണൂല. സാധാരണ നോർമൽ ഡെഡ് ബോഡി പോലെ ആവില്ല, ഒരാൾക്ക് തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റും, മണം വരില്ല, ഇങ്ങനെ കട്ടിയാവില്ല, ഒക്കെ ഇങ്ങനെ ഫ്രോസൺ സ്റ്റേജിലേക്ക് എത്തില്ല. ഈ ജീവസമാധിയും മറ്റു സമാധികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് യോഗീശ്വരന്മാരായിട്ടുള്ള ആളുകൾ അവര് നമ്മുടെ സാമാന്യമായിട്ട് നമ്മൾ ശരീരത്തെ പ്രാണം വിടുക എന്ന് പറയുന്ന അതുപോലെ അല്ലാതെ യോഗനിദ്രയിലേക്ക് പോയി അവർ അത് സമാധിയായി കണക്കാക്കുന്നതാണ്. അപ്പം അവർ ജീവനോടുകൂടി തന്നെ ആ സമാധിക്കകത്തുണ്ട്, അതായത് അവരുടെ ജീവനുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ആ സമാധിയുടെ അവസ്ഥ. ശരീരത്തെ പ്രാണം വിട്ടിട്ടില്ല, അപ്പം ശരീരം അതുപോലെ തന്നെ ആ രീതിയിൽ അവിടെ ഉണ്ടാവും. പക്ഷെ അവർ യോഗനിദ്രയിലാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ സമാധി ഇരിക്കുന്നവരെങ്ങനെ, എങ്ങനെയാണ് അവരുടെ ശരീരം ഈ പത്മാസനത്തിലാകുന്നത്? കാരണം നമ്മളെല്ലാവരും പറയാറുണ്ട് മരണശേഷം നമ്മുടെ ശരീരം ഭയങ്കര ഹാർഡാകും, അത് മടക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ അവർ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെയാണോ അവർ സമാധിയാകുന്നത്? അത് പലതരത്തിലുണ്ട്. ഒന്ന്, ഇപ്പോൾ അത് സന്യാസിമാരെന്നുള്ള നിലയ്ക്കല്ല, ഒരു പ്രകൃതിയുമായിട്ട് അടുത്ത് ജീവിച്ചിരിക്കുന്ന ഒരുവിധം പഴയ ആളുകൾക്കൊക്കെ ഏകദേശം അവരുടെ മരണത്തെ മുൻകൂട്ടി അറിയാൻ പറ്റിയിരുന്നു. രണ്ടാമത്, ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ഒരു 6 മാസം മുമ്പൊക്കെ തൊട്ട് ശ്വാസത്തിൻ്റെ ഗതി മാറുന്നതിനെ കുറിച്ചിട്ട് മഹാളൻ അങ്ങനെയൊക്കെ പേരിട്ട് തന്നെ ശ്വാസത്തെ പറയുന്നുണ്ട്. വൈദ്യന്മാർക്ക് ആ ശ്വാസത്തിൻ്റെ ഗതി അനുസരിച്ചിട്ട് അറിയാം. ഏറ്റവും അവസാനം വരുന്ന പ്രാണനാണ് ഊർധ്വൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഊർധ്വൻ വലിച്ചു കെടുക്കുക എന്ന് പറയും. ഊർധ്വൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂറേ ശരീരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാണൻ്റെ ഗതി അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അറിയാം. ആയുർവേദത്തിൻ്റെ ഒരു ഇതുണ്ട്. യോഗ സാധന ചെയ്യുന്ന ആളുകൾക്കറിയാം, യോഗീശ്വരന്മാർക്കും അറിയാം. അപ്പോൾ അങ്ങനെ അവനവൻ്റെ ഒരു മൃത്യുവിൻ്റെ സമയം, അവരുടെ ഒരു കാലമാകുന്നു എന്ന് പറയുന്നൊരു സമയത്ത് യോഗീശ്വരന്മാർ അത് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് തന്നെ പോകുന്ന ആളുകൾ ആ സമയത്ത് അവർ അതിൻ്റെ ഒരു യോഗാവസ്ഥയിലേക്ക്, ധ്യാനാവസ്ഥയിലേക്ക് പോയിട്ടാണ് പ്രാണനെ ശരീരത്തിൽ നിന്ന് പോകാൻ അനുവദിക്കുക ആ സമയത്ത്. അപ്പോൾ അവരങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന്, അതായത് ഇനി ശരീരം വിട്ടേക്കാം എന്ന് തീരുമാനിച്ചിരുന്ന് ആ ഓരോ ക്രമത്തിൽ പ്രാണനെ ശരീരത്തിൽ നിന്ന് വിടുന്ന അവസ്ഥയുണ്ട്. പിന്നെ സാമാന്യമായിട്ട് അതല്ലാതെ ഇപ്പോൾ കിടന്നൊക്കെ ശരീരം വിടുന്ന ആളുകളെ നമ്മൾ ശരീരം ഹാർഡാകുന്നതിന് മുമ്പ് തന്നെ സമാധി അവസ്ഥയിലേക്ക് ഇരുത്തും. ശിശിരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർന്നിട്ട് ഇരുത്തും. ബോഡി അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കും? അല്ല, ഉടനെ തന്നെ, അതായത് സമാധിയാവുന്ന സമയത്ത് ഉടനെ തന്നെ. പക്ഷെ വളരെ നല്ല തപസ്സുള്ള യോഗീശ്വരന്മാരായിട്ടുള്ള സന്യാസിമാരുടെ, മഹാത്മാക്കളുടെ ഒക്കെ ശരീരം ഒരുപാട്, അതായത് നമ്മൾ ഈ മരണത്തിന് ശേഷം വരുന്ന സാധാരണ ശരീരങ്ങൾക്ക് വരുന്ന ഭാരമോ ദുർഗന്ധമോ അല്ലെങ്കിൽ റിജിഡിറ്റിയോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ പല സാധുക്കളും സമാധിയാവുന്ന സമയത്ത് ഒരാൾ തന്നെ, ഇപ്പോൾ സാധാരണഗതിയിൽ മൃതദേഹം ഒരാൾക്ക് ഒരുക്കി എടുക്കാൻ പറ്റില്ല, ഒരാൾ തന്നെ എടുത്ത്
ശിഷ്യനായിട്ടുള്ള ആൾ തന്നെ എടുത്ത് സമാധിയായിട്ട് ഇരുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ കല്ലറ കാണുമ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇവർ ഈ പറയുന്ന പത്മാസനത്തിൽ അല്ല ഇയാള്, അല്ലെങ്കിൽ പത്മാസനത്തിലായിരുന്നെങ്കിൽ ഈ കല്ലറയുടെ ഷേപ്പ് ഇങ്ങനെ ഒരു ഒറ്റ ബീം മാത്രം ആവും എന്നുള്ളൊരു സംഗതി എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗട്ടിന്റെ മനസ്സിൽ ഈ അമ്മ സംസാരിച്ചപ്പോഴും മക്കള് സംസാരിച്ചപ്പോഴും എനിക്ക് തോന്നി. നെക്സ്റ്റ് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് മരുന്നുകളെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് ഞങ്ങൾ നമ്മളെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പോൾ എന്ന് പതിവാണ് ഈ കൃഷിയിടത്തിൽ വൈകുന്നേരം വെയിൽ കഴിയുമ്പോഴും ഈ 11:30 മുകളിൽ അധികം ചൂടാകുമ്പോൾ ഇത് പതിവാണ്. ഇന്നും ആദ്യമില്ല അവർ ധ്യാനത്തിൽ കയറി. വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷം മുമ്പ് മരുത്തുമലയിൽ ഓരോരോ ആസനങ്ങളും പറഞ്ഞ ആളാണ്. ഇന്ന് ആദ്യമായിട്ട് എല്ലാവരും ചെന്ന് കോവിലിൽ കുളിച്ച് തോന്നില്ല. ഈ ദിവസം സമാധിയാവുമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞ് ആ സമാധിയാവുന്നില്ല, ഞാൻ ഇതാ ഇനി 2 ദിവസം ഞാൻ പോകും. ഞാൻ എവിടെ പോകണമെന്ന് ചോദിച്ചവൻ പറഞ്ഞ് അതൊക്കെ ഇത്രയും പറഞ്ഞ് നിർത്തി, പിന്നെ സംസാരിച്ചില്ല. അപ്പം ഞാൻ ചുമ്മാ തമാശ കൂടെ ഇവർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും തമാശ പറയും പോലെ ഒന്ന് തോന്നി. അപ്പം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സമാധിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ട് എല്ലാം. എൻ്റെ കൂടി പറഞ്ഞാൽ ഞാൻ കരയും, വെള്ളം കുടിക്കില്ല എന്നൊക്കെ അവർക്ക് അറിയാം. മകനോട് ചോദിച്ച സമയത്ത് പറഞ്ഞു അമ്മയോട് പറഞ്ഞിരുന്നു സമാധിയാവുന്നു. അമ്മ ഇപ്പൊ പറയുന്നു എങ്ങോട്ടോ പോവും 2 ദിവസം കഴിഞ്ഞാന്നാണ് പറഞ്ഞ. മകനാണ് പറഞ്ഞ അച്ഛൻ സമാധിയാവുന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ അയാൾ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഇവര് സമാധിയെന്ന് കണക്ക് കൂട്ടിയിട്ട് കുഴിച്ചിട്ടുണ്ടാവും. അതും ആവാം. ഇവര് പറഞ്ഞു വെച്ചുമ്പോ ഈ വ്യക്തി അവിടെ പോയിരുന്നിട്ടുണ്ട്. ഒരു 10-11 മണിന്നാണ് ഇവർക്ക് സമയം, വരെ ക്ലാരിറ്റി ഇല്ല. രാവിലെ ഒരു 10-11 മണിന്ന് ഇവർ പറയുന്നു. ഞാൻ പറഞ്ഞു സമാധി ആവുന്ന വ്യക്തി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതേപോലെ ഒരു റോങ് ടൈം ചൂസ് ചെയ്യില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അയാൾ സ്വയം സമാധി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മണ്ണിന്റെ മുകളിൽ ഒരാൾ സമാധി ആവില്ല. സമാധി കർമ്മങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, മണ്ണ് കുഴിച്ച് മണ്ണിനടിയിലാണ് ഒരു വ്യക്തി, ഒരു സ്വയം സമാധി ശരി സ്വയം മരി അത് ഓക്കെ, അത് വിട്, അത് ഓക്കെ വിട്, അത് വിശ്വാസം ഫാക്ടർ ഞാൻ ഒഴിവാക്കി കളഞ്ഞ സാധനം. സമാധി ആവുന്ന ഒരു മഹാമുനിമാരും യോഗികളും മണ്ണിന്റെ പുറത്ത് സമാധി ആവില്ല. ബെഡ് റിട്ടൺ ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ബെഡിൽ സമാധി ആയാലും മണ്ണിൽ കുഴിച്ചിടുകയാണ് സമാധിയായ വ്യക്തിയെ ചെയ്യുക. മണ്ണിന്റെ പുറത്തൊരു പലക വെച്ച് അതിന്റെ മുകളിൽ ഒരാൾ സമാധി കൊണ്ടുപോയി വെച്ച് അതിലൊരിക്കലും കോൺക്രീറ്റ് ആരും ചെയ്യില്ല. കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്ത് നോക്കി, മണ്ണിന്റെ പുറമെ സമാധി ചെയ്യുന്നത് വളരെ ഇല്ല. എല്ലാവരും മണ്ണിനടിയിലാണ്. ഞാനിവിടെ കുറച്ച് വിഷ്വൽസ് ഒക്കെ സൈഡിൽ പ്ലെയിനാണ് പ്ലേ ചെയ്തത്. മണ്ണിനടിയിലേക്കാണ് ഒരു യോഗിയെ സമാധി ആക്കി കൊണ്ടുപോകുന്നതും അയാൾ സ്വയം സമാധി ചെയ്യാൻ വേണ്ടി ഓപ്റ്റ് ചെയ്യുന്നതും. മണ്ണിലടിയിലാണ്, മണ്ണിന്റെ മുകളിലുള്ള സമാധി പണ്ടൊക്കെ കുറെ യോഗിമാര് ഇഷ്ടം. എടി ഞാൻ പറയട്ടെ, ഇതെന്താ അറിയോ, ഈ വിഷയം ഇപ്പോ കത്തിക്കഴിഞ്ഞ ഇവരുടെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേര് സമാധിയായ കേസുകളുണ്ട്. ഇന്നലെ ഒരു ചേട്ടൻ പറയുന്നത് കേട്ടു, അവരുടെ തന്നെ കുടുംബത്തിൽ അച്ഛനും മകനും സമാധി ചെയ്യുന്നത്. ഇത് സമാധിയാണോ കൊന്നതാണോ അറിയില്ല. ഇതിപ്പോ മുസ്ലിങ്ങളുടെ ജാറം പറഞ്ഞ പോലെയാണ്. സമാധി കേസും സമാധി കണക്കും കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ സനാതന ധർമ്മം പറയുന്ന എല്ലാവരും കൊടുക്കും. ഇയാളറിയോ തടിക്കാക്ക? ആരാ? ജഗ്ഗി വാസുദേവ്. അറിയില്ല? ഗുരുവാണ്. ജഗ്ഗി വാസുദേവിന്റെ ഭാര്യ സമാധിയായി എന്ന് പറഞ്ഞുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ട്. അവർ 10-12 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അവരുടെ 30കളിലാണ് അവരെന്ത് ചെയ്യുന്നത്, സമാധി സ്വയം ഓപ്റ്റ് ചെയ്തു, സമാധി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇന്ത്യ ഒട്ടാകെ, ഇത് കേരളത്തിൽ ഇപ്പൊ ഈ ഒരു സമാധിയുടെ കോൺട്രവേഴ്സി പുറത്തു വന്നപ്പോ തന്നെ പല നാട്ടുകാരും വന്നിട്ട് ആ നാട്ടിൽ തന്നെ കുറെ പേര് സമാധി ഇരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെ എത്ര സമാധികൾ ഉണ്ടാവും അപ്പൊ? ഇതൊക്കെ സമാധി ഇനിയിപ്പോ നാളകളിൽ ഇതിൽ കൊന്നതാണോ, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം കൊന്നതിന് തുല്യമായി കുഴിച്ചിട്ടതാണോ, എന്താ ചെയ്തതെന്നൊന്നും നമുക്കറിയില്ല. ഒരു ഡോക്ടറെ കൊടുത്തിട്ടുള്ള ഡെത്ത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇതെന്താ പ്രശ്നം പറ്റി അറിയാം നാളുകളിൽ, ഇത് ഹിന്ദു ആചാരമാണ് എന്നും ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു ആവുമ്പോ ആരെ വേണമെങ്കിൽ കൊന്നിട്ട് സമാധിയാക്കി കുഴിച്ചിടാൻ പറ്റൂലേ? പിന്നെ അതൊരു ചടങ്ങ് പോലെ പിന്നെ പിന്നല്ലേ ഇത് മറ്റേ എന്താ പറയാ, ഇതിലുണ്ടാവും KGF പറഞ്ഞ പോലെ സതി. ഓക്കെ, KGF ഒരു ഡയലോഗ് ഉണ്ട്, ബലിക്ക് മറ്റേ പെരുന്നാളിന് നടത്താൻ ബലിയാണ്, അല്ലാതെ നടത്താൻ കഴിഞ്ഞാൽ കൊലപാതകം പറഞ്ഞ പോലെ ആ സ്കീമായി പോകൂടെ പരിപാടി. ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതാണ് വിഷയം, മനസ്സിലായില്ലേ? അപ്പോ എന്താണെങ്കിലും ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, സമാധിയാവുന്ന വ്യക്തി ഒരിക്കലും എന്ത് ചെയ്യില്ല, മണ്ണിനെ പുറത്തിരുന്ന് സമാധിയാവില്ല.
2 സമാധിയാവുന്ന വ്യക്തി പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ അയാളുടെ സ്ട്രക്ചർ ഇങ്ങനെ നേരെയായിരിക്കും. ഒരിക്കലും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരു പ്രൊജക്ഷൻ വന്നിട്ടുള്ള ഒരു സാധനം വരൂ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അതൊക്കെ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇന്ത്യയിൽ ഇതേപോലെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പല സമാധികളും പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, കുഴിച്ചെടുത്ത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വളരെയധികം സീനായിരിക്കും. ഇനി വേറൊരു ക്ലിപ്പും കൂടി വെക്കാം ഈ അമ്മയുടെ. മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ? അതെങ്ങനെ നേരത്തെ മരണം ഉറപ്പിക്കാൻ? അതെങ്ങനെ? ഞങ്ങൾ 8-9 മണിക്കൂർ അവിടെ 8-9 മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് സാധനങ്ങൾ ഒരുക്കിയെങ്കിലും അച്ഛൻ ജീവനുണ്ടോ എന്ന് അവിടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ നോക്കണേ. ഇവൻ വാങ്ങിക്കേണ്ട സാധനങ്ങൾ ഭസ്മം, സുഗന്ധദ്രവ്യങ്ങളെല്ലാം, പൂക്കളും. ശിവ ഞങ്ങൾ പറഞ്ഞില്ലേ മോനെ, നമ്മൾ സത്യമല്ലേ പറയുള്ളൂ. മകൻ എന്ത് മേടിച്ചു എന്നാ പറഞ്ഞേ? ഭസ്മം സുഗന്ധവ്യഞ്ജനം. പക്ഷെ മകൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട് അമ്മേനെ തൊട്ടിട്ട്. മതി എന്ത് മേടിച്ചു എന്നാ പറഞ്ഞേ? സുഗന്ധം, ഭസ്മവും സുഗന്ധവ്യഞ്ജനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും. ഇതും കൂടി കേട്ടോ. ചെറിയ മകൻ ഇത് മൂത്തല്ലേ? ഇവിടെ വന്നപ്പോൾ ഏകദേശം എനിക്ക് എൻ്റെ ഓർമ്മയിൽ 12 കഴിയും. കാര്യം അവിടെ നിന്ന് പറഞ്ഞല്ലോ നിയമത്തിൽ. അപ്പോൾ വരണം. അപ്പോൾ ഞാൻ എന്നിട്ട് വന്നിട്ട് അച്ചാച്ചാന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ഒരനക്കമില്ല. ഞാൻ അച്ഛൻ്റെ ഇവിടെ ഷോൾഡറിൽ പിടിച്ച് കുലുക്കി. അപ്പോൾ അനക്കമില്ല. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചമ്മണം കൂട്ടി അങ്ങനെ ഇരിക്കുകയായിരുന്നു കാര്യം. എന്നിട്ട് ഈ കൈ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വലിച്ചു അച്ഛന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നു, ഇങ്ങനെ വരുന്നു 2 കൈ. അപ്പോൾ നല്ല ചെറിയതായിട്ട് ഹാർഡായിട്ടുണ്ട്. അപ്പം പിന്നെ അച്ഛൻ്റെ മൂക്കിൽ ഞാൻ ഒരുപാട് സമയം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ശ്വാസമില്ല. വയറിൽ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വയറിൽ പതപ്പില്ല, ഒരു അനക്കവും ഇല്ല. അച്ഛന്ന് കുറേ സമയം ഇങ്ങനെ വിളിച്ചു നോക്കിയിരുന്നു, പിന്നെ ഒരു അനക്കവും ഇല്ല ഇങ്ങനെ. എന്നിട്ട് നമുക്കപ്പോൾ മനസ്സിലായി എന്തായാലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ സമാധിയാകുമെന്ന്. അനുജൻ്റെ അടുത്തും അച്ഛൻ പറഞ്ഞിട്ടാണ് സമാധി ആയിട്ടുള്ളത് അന്നേരം. ഇതിപ്പോൾ ശരിക്കും സമാധി ആയത് തന്നെയാണ്. ഇപ്പോൾ സമാധി മാഡം ചോദിച്ചതുപോലെ സമാധി കുഴിച്ചിട്ടാണെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ ഞങ്ങൾ 2 പേരാണ് ചെയ്തത്. ഇപ്പോൾ അതായത് ഈ തറയിൽ ആ കല്ലിൻ്റെ പേര് അനിയനറിയാം. അപ്പോൾ തറയിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭസ്മങ്ങളും കാര്യങ്ങളും എല്ലാം തട്ടാനായിട്ടാണ് ഞാനും അനുജനും കൂടെ 2 സൈഡും കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഇവിടെയും ബോഡി തണുത്തതിനെ കുറിച്ചിട്ടാണ് അയാളെ സമാധി ചെയ്ത് കഴുത്തിൽ പിടിച്ച് കൊന്നുണ്ടാവും. തുറന്ന് ബോഡി അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരാം. ഓക്കെ, ബോഡി തണുത്ത സുഗന്ധവ്യഞ്ജനങ്ങളും ഭസ്മവും ഇടാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നു. ഭസ്മം ഇടുന്നതായിട്ടുള്ള ഒരു അറിവിന്റെ ഓർമ്മയിലുണ്ട്. ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചില കാര്യങ്ങൾ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. സുഗന്ധവ്യഞ്ജനങ്ങൾ എന്തിനിടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരാള് പോയി സമാധിയായ അയാളുടെ ബോഡി മണക്കില്ല, മണം വരില്ല. അയാളുടെ ബോഡി ദേഹം അതുപോലെ ഇരിക്കും. അയാൾ യോഗനിദ്രയിലാണ്. സമാധി എന്ന് പറഞ്ഞാൽ മരണമല്ല, യോഗിയുടെ യോഗനിദ്ര ആണ് എന്ത് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ഇരിക്കുമ്പോൾ അയാളുടെ ബോഡി ശരിക്കും എന്താവില്ല, കേട് വരില്ല, സ്മെല്ലടിക്കില്ല, ഒന്നും ആവില്ല എന്നാണ് ശരിക്കും. അതിനാണ് ഈ പറഞ്ഞ സമാധി. അപ്പൊ ഇങ്ങനെ ഇവര് കറക്റ്റ് എന്ത് ചെയ്തറിയോ, അച്ഛൻ പോയിരുന്നു, അതോ ഇനി മരിച്ചപ്പോ കൊണ്ടുപോയി ഇരുത്തിയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും മണം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് സുഗന്ധവ്യഞ്ജനം എന്തായിട്ടുണ്ട്, മാറിനെ കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട്. ഭസ്മ സുഗന്ധവ്യഞ്ജനമായിട്ട് തട്ടിയിട്ടുണ്ട്. കാരണം ഇത് ഇനി അഥവാ ഈ പോസ്റ്റർ അടിച്ചു, ഇങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല, അതായത് പോയാൽ പിന്നെ എന്ത് ചെയ്യരുത്, പിന്നെ ആരും നോക്കാതെ പോകും. പിന്നെ കുറെ കാലത്തിന് ശേഷം അച്ഛൻ അവിടെ നിന്നെങ്കിൽ അച്ഛന്റെ സമാധി ഇതാണ്, അച്ഛൻ ഇവിടെ ഒന്ന് സമാധിയായി എന്നാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നല്ല സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങളും കൂടി എനിക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതും കൂടി ഞാൻ പറയുന്നു. ഇനി ഇതിന്റെ ഒരു വെരി വൈറ്റൽ പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ ഡേ 1 ഈ ഇൻസിഡന്റ് നടന്ന ഫസ്റ്റ് ഡേ മുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വൈറ്റൽ പോയിന്റ് ഈ അച്ഛന്റെ രോഗങ്ങളെ കുറിച്ചിട്ടാണ്. ഈ അച്ഛൻ ഒരു രോഗിയായിരുന്നു. ഇൻസുലിൻ എടുത്ത ശേഷം, ഷുഗറിന് ഇൻസുലിൻ എടുത്ത ശേഷമാണ് അച്ഛൻ പ്രഷറിന്റെയും ഷുഗറിന്റെയും മരുന്നൊക്കെ അവിടെ നിൽക്കുക. ഇൻസുലിൻ എടുത്ത ശേഷമാണ് അച്ഛൻ അവിടെ പോയിരുന്നത്, ഈ കല്ലിന് സമാധിയുടെ കല്ലിന്റെ മുകളിൽ പോയിരുന്നെന്നാണ് പറയുന്നത്. ഡൗട്ടില്ലല്ലോ, ഒന്നുകൂടി വീഡിയോ പ്ലേ ആയിട്ട്. അച്ഛൻ ഇവിടെ നിന്നു, അച്ഛൻ ക്ഷേത്രത്തിൽ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്ന് സമാധിയായത്. അച്ഛൻ അപ്പൊ പറഞ്ഞോ നിങ്ങളോട്? പറഞ്ഞു എന്താ പറഞ്ഞു? പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് മരുന്ന് ഗുളിക അച്ഛന് BP ഷുഗറും ഉണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു, ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയെല്ലാം കുടിച്ചു. കഞ്ഞിയൊക്കെ കുടിച്ചു. അച്ഛൻ എന്ത് വെച്ചു?
ഷുഗറിനുള്ള ഇൻസുലിൻ, BP സാധനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഷുഗറിനുള്ള ഇൻസുലിൻ അടിച്ചു. ഷുഗർ കൂടിയ ഒരാൾ ഇൻസുലിൻ അടിക്കുന്നത് എന്തിനാ? കുറയ്ക്കാൻ, ഷുഗർ കുറയ്ക്കാൻ. അച്ഛൻ ബെഡ് റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ അച്ഛന് ഇൻസുലിൻ ആരാ എടുത്തു കൊടുക്കണ്ടേ? മക്കള്. ഇൻസുലിൻ മക്കളാണ്. കാരണം ഷുഗറിനൊക്കെ എല്ലാവരും സ്വന്തമായിട്ട് അടിക്കും, വീട്ടുകാർക്കും അടിച്ചു കൊടുക്കാൻ പറ്റും. ഇൻസുലിൻ അടിക്കും. ഇൻസുലിൻ അടിക്കുമ്പോൾ നോർമലി ഹൈ ഡോസ് ഇൻസുലിൻ ആയാൽ, ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞത് ലൈഫ് സേവിങ് സാധനമാണെങ്കിലും ഇതിന്റെ ഡോസ് കൂടിയാൽ എനിക്കുള്ളൊരു അസുഖമുണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ, ലോ ഷുഗർ. എനിക്ക് ലോ ഷുഗർ ഉള്ള ഒരാളാണ്, ഹൈപ്പോഗ്ലൈസീമിക് ആണ് ഞാൻ. എനിക്കറിയാം ആ അവസ്ഥ എന്താണ്. അതായത് നമ്മുടെ ഷുഗർ ലെവൽ താന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്തവും ബോധവും ബുദ്ധിയും ഒന്നും ഉണ്ടാവില്ല. കണ്ണ് ചിലപ്പോൾ മറയാം, ഇരുട്ട് കയറാം, ബോധം പോവാം. പിന്നെ മണിക്കൂറുകൾക്ക് ശേഷമാവും നമുക്ക് എന്ത് ചെയ്യാം, ബോധം കിട്ടുക. ചിലപ്പോൾ ബോധം കിട്ടില്ല, അങ്ങനെ മരിച്ചു പോകും. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അതായത് ഹൈ ഷുഗറിനേക്കാൾ ഡേഞ്ചറാണ് ലോ ഷുഗർ എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം. ഇനി വളരെ സ്പെസിഫിക് ആയിട്ട് ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഓവർ ഡോസ് ഓഫ് ഇൻസുലിൻ കോസസ് ഹൈപ്പോഗ്ലൈസീമിയ, ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് ആൻഡ് ഡെത്ത്. ഇനി എൽഡർലി ആൻഡ് frail persons are at risk of suffering spontaneous hypoglycemia. ഈ മരിച്ച ആൾക്ക് എത്ര വയസ്സുണ്ട്? ബോബൻ സ്വാമിക്ക് നല്ല വയസ്സുണ്ട്. ഇയാളിലേക്ക് ഇൻസുലിൻ കുത്തിവെച്ചാൽ ഇതൊരു മർഡർ വെപ്പൺ ആയിട്ട് ഉപയോഗിച്ചൂടെ ഇവർക്ക്? കുറെ കാലമായിട്ട് ബെഡ് റിട്ടൺ ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തി ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ? ഷുഗർ ഉള്ള ഒരാൾ ഓൾറെഡി ഇൻസുലിൻ എടുക്കുന്നു, ഹൈ ഡോസ് ഓഫ് ഇൻസുലിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആളെ കൊല്ലാൻ പറ്റുമോ? പറ്റില്ലേ? മേ ബി ഹൈ ചാൻസസ് ഓഫ് ദാറ്റ് ഓൾസോ. അങ്ങനെയും സംഭവിക്കാമോ സ്നേഹേ? എന്റെ സംശയം കേട്ടോ പറയുന്നത്. ഞാനിത് വളരെ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. ഇൻസുലിൻ മർഡർ ആൻഡ് കേസ് ഓഫ് കോളിൻ നോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള സംശയങ്ങൾ എന്നെ പോലെ നിങ്ങൾക്കും തോന്നാം, അല്ലേ? ഞാനൊരു പോസിബിലിറ്റി ഡൗട്ട് വന്നത് ഇങ്ങനെയാണ്, രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ അസുഖം വന്നിട്ട് മരിച്ചിട്ട്, എനിക്ക് തോന്നുന്നുണ്ട് എന്റേത് അസുഖം വന്ന് മരിച്ചിട്ട് നേരെ ഇവര് മറ്റേ കുഴിച്ചിട്ടുണ്ടാവും, സമാധിയാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ സെറ്റപ്പ് ആക്കാൻ വേണ്ടിട്ട് സമാധിയാക്കി കുഴിച്ചിട്ടുണ്ടാവും. അതന്നെയാണല്ലോ, അല്ല കൊല്ലണ. പിന്നെ ആവാം എന്തെങ്കിലും ബൈ ചാൻസ് റീസൺ വേണ്ടേ? വയസ്സായൊരു അച്ഛൻ, അമ്പലം, സ്വത്ത്, വഴി, പൈസ, ഇനി ഭാവിയിൽ ഉണ്ടാവുന്ന അമ്പലത്തിന്റെ വളർച്ച, ഇതൊക്കെ വളരെ എവിഡന്റ് ആണ്. ഇതൊക്കെ ഇന്നലെ ഇന്നുമായിട്ട് അവര് പറയുന്നുണ്ട്. ഒരു വഴിത്തർക്കത്തിനെ കുറിച്ചുള്ള ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ചെയ്യാം. ഞങ്ങളുടെ ക്ഷേത്രത്തിന് ട്രസ്റ്റിന് കൊടുക്കാത്ത അംഗങ്ങളാണ് ഞങ്ങൾക്ക് ശത്രു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തന്നെയാണ് ഞങ്ങളുടെ ഫോണിന്റെ ചുറ്റുപാടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നാഗരുടെ പ്രതിഷ്ഠ വന്നു, ഈ നാഗരുടെ പ്രതിഷ്ഠ വന്നു എല്ലാം നമുക്ക് എതിരാകുന്നു. നമുക്ക് എതിരെന്ന് പറഞ്ഞാൽ അത് കേസുവരായിട്ടുണ്ട്. പിന്നെ ഇന്ന് ആ ഗണപതിയുടെ റോഡിൽ ഗണപതിയുടെ ഭഗവാന്റെ വിഗ്രഹം വെച്ചിരിക്കുന്ന അത് മുതൽ ക്ഷേത്ര സന്നിധി വരെ ഇവിടെ റോഡായി കൊടുത്തത് അച്ഛന്റെ ഒരു കഴിവാണ്. അത് കേസും കാര്യങ്ങളും വരെ ആയിട്ടുണ്ട്. ആ വസ്തു ഇപ്പൊ മാറ്റിയിരിക്കുന്നത് ഒരു മുസ്ലിമാണ്. ആ മുസ്ലിമാണ് ഇപ്പൊ മാറ്റിയിട്ടുള്ളത്. ഇപ്പൊ അവർക്ക് വസ്തു വിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ വന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ ഞങ്ങളെ ശത്രുക്കളാണ്. പിന്നെ ഈ നാഗര് വന്നതിന് ശേഷം അവർക്ക് വസ്തു വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വീട് വയ്ക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു പരാതിയാണ്. അത് ഞങ്ങളുടെ ശത്രു തന്നെയാണ്. കാര്യം ഇപ്പൊ ഇതാണ് ഇപ്പൊ ഇവരുടെ അടുത്താണ് ചോദിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കിനി പറഞ്ഞോട് അമ്മ ഇത് പൊളിച്ച് നമ്മളെ ഈ ക്ഷേത്രവും വീടും അക്കച്ചി വിശംബരം എന്നാണ് അയാളെ പേര്. ഈ വീടും ഈ റോഡ് വേണം, അതിന് വേണ്ടിയാണ് ഈ കള്ളത്തരെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എങ്ങനെയെങ്കിലും നമ്മളെ കൊല്ലണം. എത്ര പ്രാവശ്യം നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ഗുണ്ടകളെ അവരെ വിളിച്ചോണ്ട് നമ്മളെ വാഴ എല്ലാം വെട്ടി നശിപ്പിച്ചാണ് അവരിയ്ക്കുന്നത് അവിടെ. അതൊന്ന് ഈ രണ്ടാമത്തെ മതിലാണ് ഇനി നിങ്ങൾ നിൽക്കുന്ന സ്ഥലം. അപ്പം ഈ റോഡ് അവരെ വീട്ടിലേക്ക് അവർക്ക് പിന്നെ ഇത് കൊടുക്കണം. ഇത് റിപ്പോർട്ട് ഫുള്ളാക്കേണ്ടതാണ്. ഈ റോഡേ ഇവിടെ എന്നെ ആരും പിടിക്കണ്ട, ശിവനുണ്ട് എന്നെ പിടിക്കണ്ട. സോറി, ഈ റോഡ് രണ്ടാമത്തെ മതിലിൻ്റെ റോഡാണ്. അപ്പം ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഈ റോഡ് അവരെ വീട്ടിലേക്ക് ബന്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആദ്യം ഇരുന്ന് കൈലാസമാതാവിൻ്റെ ആ കെട്ടിടമെല്ലാം പൊളിച്ചാലേ രണ്ടാമത്തെ മതിലാവുള്ളൂ. അതിന് പിന്നെ കൊടിമരങ്ങി പോവും. അപ്പം കുറച്ച് വസ്തു വാങ്ങണം, കുറേ പൈസ ഉണ്ടാക്കണം. ഇതൊക്കെ നമ്മൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അഴിമതി ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന്, ഈ ക്ഷേത്രത്തിന് എങ്ങനെ അടയ്ക്കാം, ക്ഷേത്ര പൂജാരിയെ എങ്ങനെ വലിച്ചു കീറാം എന്നാണ് ഈ ലൈവിലൊക്കെ ആ പുരുഷ. ഒരു സ്ഥലത്ത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ മതപരമായിട്ടുള്ള ചിഹ്നങ്ങളോ മതത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളോ
ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ സ്വയമേവ സംഭവിക്കുക എന്താ, ചുറ്റുവട്ടത്തുള്ള ആളുകൾ ആ മതത്തിൽപ്പെട്ടവരല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ഒരു ഹിന്ദു അമ്പലം വന്നു, അടുത്തുള്ള ഒരു മുസ്ലിം വീടാണ്, ഇറച്ചി മീനും വെക്കുമ്പോൾ അത് സീനല്ലേ. ഇപ്പൊ ഒരു മുസ്ലിം ഒരു ആരാധനാലയം വന്നു, അടുത്തുള്ളത് ഒരു ഹിന്ദു ക്രിസ്ത്യനാണ്, ഇടയ്ക്ക് പള്ളിയിലെ പരിപാടികളും വാങ്ങുകൂടി ആകുമ്പോൾ അതൊരു പ്രശ്നമല്ലേ. ഇനി ഒരു ക്രിസ്ത്യൻ പള്ളി വന്നു, അവർക്കും ഓരോ ചടങ്ങുകളും കാര്യങ്ങളും വരുന്നത് ഇപ്പുറത്തുള്ള മതസ്ഥർക്ക് അത് പറ്റാത്തൊരവസ്ഥ വരാം. പിന്നെ ഈ പറഞ്ഞ സ്ഥലവും ഭൂമിയും സംഗതികളും ഒന്നും ഈ പറഞ്ഞ സ്വാമി എന്ത് ചെയ്തതല്ല, സ്വന്തം പൈസയ്ക്ക് മേടിച്ചതല്ല. ഇവര് കണ്ണിൽ കണ്ടോടത്തൊക്കെ ഈ അമ്പലവും വെച്ച് സാധനങ്ങളും വെച്ച് മതപരമായ ചിഹ്നങ്ങളും വെച്ച് വഴി നാട്ടുകാർ അമ്പലം ഉണ്ടാക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ അമ്പലം വാങ്ങാനുള്ള പൈസയും കൊടുത്ത് വഴിയും വിട്ടുകൊടുത്തു നാട്ടുകാർ. ലാസ്റ്റ് എല്ലാം കിട്ടിയ സമയത്ത് ഇവരെല്ലാരും കൂടി എന്ത് ചെയ്തു, സംഗതി മൊത്തം കിട്ടു സ്വാഹ. ഇതാണ് സംഗതി. പിന്നെ ഈ മക്കളും അച്ഛനും തമ്മിൽ എന്നും അടിയാണ്. രാത്രി സമയങ്ങളിലാണ് ഇവിടെ പൂജ നടക്കാറ്. രാത്രി സമയത്ത് ഒരിക്കലും നല്ല പൂജകൾ നടക്കില്ല. ആഭിചാര ക്രിയകൾ മാത്രമേ രാത്രി ഭാഗമായിട്ട് നടക്കൂ. പിന്നെ ഇവര് പൂജിക്കുന്നത് ആരെയാ? ശിവനാണ്. ശിവൻ ഹാവ് എൻ അഘോരി ഫേസ് ഓൾസോ അല്ലേ. എന്ത് വേണേ പൂജാകർമ്മങ്ങളോ അല്ലെങ്കിൽ പൂജാവിധികളോ ആയിട്ട് ചെയ്യാം. ഞാൻ അതിലേക്കൊന്നും ഡീപ്പായിട്ട് തരില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം ഇവിടെ ഇറങ്ങി കൊടുക്കും. രാത്രി ചെയ്യാറില്ല പൂജ. ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ എന്തെങ്കിലും പറയാം, കട്ട് ചെയ്തിട്ട് പറയാം. അങ്ങനെയൊന്നുമില്ല. ശിവനെ പൂജിക്കുമ്പോ അമ്പലത്തിലൊക്കെ ശിവൻ ഉണ്ടല്ലോ. വാട്ട് ഈസ് അഘോരി ഫേസ്? എന്താണ് അഘോരി ഫേസ്? എനിക്കറിയില്ല. ആണോ? വേണ്ട, ജട പിടിച്ച മുടി, പുക, വേണേ പറയാം, പല കാര്യങ്ങളും പറയാം. അപ്പൊ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയോ? അതെ. അപ്പൊ ഇവരുടെ ഈ സ്ഥലപ്രശ്ന സംഗതികളൊക്കെ ഇവര് പറഞ്ഞു. ഇത് ഇവരുടെ ഒരു വേർഷൻ. ഇവരുടെ വീടിന്റെ നേരെ ബാക്കിലുള്ള ഒരു മനുഷ്യൻ അയാൾ പറയുന്നത് കേട്ടോ. അയാളൊരു പാവം, അയാൾ യൂണിയനിലുള്ള ആളാണേ. യൂണിയനിൽ നിന്ന് പെൻഷൻ പറ്റി അയാളുടെ സ്വന്തമായിട്ട് അന്നൊക്കെ ആണെങ്കിൽ അന്ന് ഞാനും പൈസ കൊടുത്തു, പിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പറയും പോലെ അല്ല, ഇവർ സ്വന്തമായിട്ട് അങ്ങനെ അയാളെ അധ്വാനത്തിൽ മാത്രം ഉണ്ടാക്കിയതല്ല. യൂണിയനിൽ നിന്ന് എല്ലാ ആളുകളും പൈസ കൊടുത്തു, ഞാൻ ഉൾപ്പെടെ കൊടുത്തു, കോവിൽ വയ്ക്കാൻ വേണ്ടിയേ. അന്ന് യൂണിയനിലുള്ള ആൾക്കാരെല്ലാം അന്ന് മലക്കറി ലാറിയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ രസീത് കൊടുത്താണ് ഇയാൾ വാങ്ങിക്കുന്നത് പൈസ. പിന്നെ കോവിൽ വെച്ചു, അഗസ്ത്യാർമുനി ആദ്യം, പിന്നീട് കോവിൽ വന്നു. നല്ല ഭക്തിയുള്ള കോവിലാണ്, നമ്മൾ വിശ്വാസമുള്ള കോവിലാണ്. പിന്നെ പിള്ളേർ രണ്ട് ശരിയല്ല, ആണ് കുഴപ്പം. ഈ കൊച്ചുങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെ കോവിലിൽ തന്നെ മക്കൾ കാണുന്ന ഇവിടെ കൂടെ ഒരു വഴിയുണ്ടായിരുന്നു താഴോട്ടിറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ട്. നമ്മളെ വീട് കണ്ടല്ലോ. അപ്പം അതിനെയൊക്കെ ഇയാൾ ഈ വാഴ വെച്ചങ്ങ് അടച്ച്. ആദ്യം എല്ലാവരെയും സോപ്പിട്ട് ഈ കാണുന്ന റോഡെല്ലാം ആൾക്കാർ ചുമ്മാ കൊടുത്തതാണ്, വേറെ വസ്തുവിൻ്റെതാണ്. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രം വരുമ്പോൾ എല്ലാവർക്കും നല്ലതല്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും വസ്തുവൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ റോഡ് വന്ന് വാഹനമൊക്കെ അവർക്ക് ആയപ്പം പിന്നെ ബാക്കിയുള്ളവരൊന്നും വേണ്ട. പിന്നെ പിള്ളേരെ കൊച്ചുങ്ങൾ കൂടെ ചുരിദാറിട്ടോണ്ട് കോവിൽ വരാൻ പാടില്ല. ഈ പിള്ളേരൊന്നും ശരിയല്ല, രണ്ടുപേരും ശരിയല്ല. അത് ഒരുത്തം 3 പെണ്ണാറ്റം കിട്ടി. ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിയുന്നത് ഇവിടെ പൊരുത്തം വരില്ല എന്ന് പറഞ്ഞാൽ അത് കളഞ്ഞിട്ട് പോയി. ഇവരുമായിട്ടൊക്കെ ചെറുക്കായി. ഈ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ രണ്ടുപേരും, മൂത്തവൻ ഇവിടെ അല്ല താമസം. ഇത് മരിച്ചപ്പോഴാണ് അറിഞ്ഞിട്ട് വന്നത്. 6 മാസം കൊണ്ട് വെളിയിലൊന്നും ഇറങ്ങൂല, കിടപ്പ. സ്ഥലം, സ്വത്ത്, ഭൂമി, കച്ചറകൾ, എല്ലാ വിഷയങ്ങളും ഇതിനകത്ത് മതം കുത്തി കയറ്റിയിട്ട് അങ്ങോട്ട് അഴിച്ചു വിട്ട് ഹിന്ദു സനാതന ധർമ്മം എന്നും പറഞ്ഞ് ഒരു സാധനം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇനി ഇവിടെ ആർക്കും ആരെ വേണമെങ്കിലും സമാധിയാക്കാം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് അവർക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് എന്ത് നോക്കിയാൽ മതി, ഇത് സനാതന ധർമ്മത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. പക്ഷെ നാട്ടുകാരെല്ലാരും ഒന്നിച്ചോ, അവർക്ക് അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർ ആ വീട് കണ്ടില്ലേ, പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വന്നിട്ട് അലമ്പും തോലും തുങ്കലും ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നിയ സംശയങ്ങളും കാര്യങ്ങളുമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല ഇതെല്ലാം അങ്ങോട്ട് ഞാൻ പറയുന്ന പോലെ തന്നെയാണെന്നുള്ളത്. നമുക്ക് തോന്നിയ സംശയങ്ങൾ, ഇപ്പൊ ഇൻസുലിന്റെ കേസാണെന്നുണ്ടെങ്കിലും പത്മാസനത്തിന്റെ കേസാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നിയ, ഇപ്പൊ ഈ പറഞ്ഞ സമാധി ആണെങ്കിൽ പോലും കുഴിയെടുത്തിട്ടാണ് സമാധി ചെയ്യേണ്ടത്, അല്ലാതെ കല്ലിന്റെ പുറത്താരും സമാധി കയറിയിരിക്കാറില്ല. പിന്നെ ഈ ബോഡി ഏറ്റവും ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഇതിൽ ഞാനിത് പറയാം. അച്ഛൻ കുറെ കാലം വയ്യാതെ നടക്കുകയാണ്. അച്ഛൻ കിടന്നിടത്ത് കിടന്ന് മൂത്രം പോകുന്നു, എല്ലാം നടക്കുന്നു. അമ്മ അത് തുടയ്ക്കാൻ നടക്കുമ്പോഴത്തേക്കും മക്കള് കച്ചറ ഉണ്ടാക്കലിന് അച്ഛന് ചീത്ത പറയും. ഇതൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ വയ്യാതെ നടക്കുന്നുണ്ട് അച്ഛൻ. ഇവര് നോക്കുമ്പോ അമ്പലം വെച്ചത് അച്ഛൻ, എല്ലാം ചെയ്തത് അച്ഛൻ. അച്ഛന്റെ സമാധി എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ കോവിലിന് ഭയങ്കരമായിട്ടുള്ള, പലരും പറയുന്നുണ്ട് ഇതിനിടയിൽ വന്നു നിന്നിട്ട് ഇവരും പറയുന്നുണ്ട് നാളുകളിൽ ഇത് ഏറ്റവും വലിയൊരു പിൽഗ്രിം സെന്റർ ആവാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇവര്.
ഇവര് വിചാരിച്ചു കാണും എന്തായാലും അച്ഛന് വയ്യ, ഷുഗറും പ്രഷറും ആകെ പ്രശ്നമായിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഇയാൾ ഈ ആഗ്രഹമൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞും കാണും ചിലപ്പോൾ, എന്ത് സമാധി ആവണം എന്നുള്ളത്. ആവണ കാലത്ത് എവിടെന്നെങ്കിലും കല്ലും മേടിച്ച് കൊടുന്ന് വെച്ചിട്ടും ഉണ്ടാവും, ഇല്ലാന്നും പറയുന്നില്ല. മക്കൾ നോക്കുമ്പോ എന്താ കറക്റ്റ് ടൈം ഇൻസുലിൻ അങ്ങാണ്ട് കൂടുതൽ കയറിയിട്ട് ആൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ വന്ന ആള് വീണ് കാണും. മക്കള് നോക്കുമ്പോ എന്താ കറക്റ്റ് ടൈം. അപ്പൊ ബെഡ് കിടന്നിട്ട് ആള് പോയി കാണും, അവിടുന്ന് എടുത്തു കൊണ്ടുവന്ന് കല്ലിന്റെ മുകളിൽ വെച്ചു, കാല് നീട്ടി ഇരുത്തിയിട്ടുണ്ടാവും. കെട്ടിടാൻ കാല് വളയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, കാരണം അപ്പത്തേക്കും ബോഡി ഫ്രീസ് ആയിട്ടുണ്ടാവും. പുറത്ത് മണം വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം കൂടി വാരിക്കോരിയിട്ട് സമാധി കല്ലും വെച്ച് സാധനം കൊണ്ട് ക്ലോസ് ചെയ്ത്. അപ്പൊ ഇവർക്ക് സമാധി എന്താന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ഈ ചക്രം തെറ്റിയതും സമാധിക്കുള്ള സമയം ദുർസമയം, എന്താ മോശം സമയം നല്ല സമയം അല്ലാതെ സമാധിയിൽ എങ്ങനെയുള്ള ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയിട്ടുണ്ടാവും. ഏത് എത്ര ചക്രങ്ങൾ ഉണ്ട് എന്നുള്ളത് ഗൂഗിൾ അടിച്ച് നോക്കിയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ സമയം ഏത് അശുഭകാലം ശുഭകാലം ഏതാന്നുള്ളതൊക്കെ അടിച്ചു നോക്കി. ഇന്ന് വിറ്റുണ്ടായി. ഇന്ന് ഈ അമ്മ എന്ന് പറഞ്ഞു അരുണില്ലേ ഡോക്ടർ, തിരുവാതിര പറഞ്ഞിട്ട് അല്ല ആദ്യം തിരുവാതിര പറഞ്ഞു, അല്ല അത് തിരുവാതിര ഇന്നലെ അല്ല അന്ന് മറ്റേ ആ സമയത്ത്. അപ്പൊ അപ്പുറത്തുനിന്ന് മകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭരണി നള്ളു പറയുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ഇവര് അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രയും സമയം എടുത്തത് പഠിക്കാനാണ്, ചക്രങ്ങൾ പഠിക്കണം. സമാധി എങ്ങനെ ഇവർക്ക് പാളിപ്പോയത് എന്താ, ഒരാള് സ്വയം സമാധിയാവുമ്പോ ഭൂമിക്ക് അടിയിൽ സമാധിയാവും. പത്മാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഹാഫ് ലോട്ടസും ഫുൾ ലോട്ടസും വെക്കുമ്പോ കാല് ഇങ്ങനെ ഇരിക്കും, പുറത്തേക്ക് ഒരു പ്രൊജക്ഷൻ വരുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇത് പോസ്റ്റ്മോർട്ടം എടുത്തു കഴിഞ്ഞാൽ അറിയാം ഇത് ഇൻസുലിന്റെ അളവ് കൂടിയതാണോ, ഇനിയിപ്പോ മണം വരാതിരിക്കാൻ എല്ലാം കൂടി തട്ടിയതാണോ. ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ്. എന്തായാലും അൺബോക്സിംഗ് നടക്കട്ടെ. എന്നാലും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഈ ദൃശ്യത്തിന് പോലെ ഒരു നല്ലൊരു ക്ലൈമാക്സിന് വേണ്ടിയിട്ടാണ് കണ്ടത്. അല്ല എനിക്കത് തോന്നുന്നുണ്ടോ, കാരണം ഞാൻ പറഞ്ഞല്ലോ ബോഡി അതിനകത്ത് ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ബോഡി അവർ ഇവിടുന്ന് മാറ്റിയിട്ട് അമ്പലത്തിനകത്തോ ചുറ്റുവട്ടത്തോ വെച്ച്, കാരണം ഇത്രയും ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആവാം, മനസ്സിലായോ? എന്താണെങ്കിലും നോക്കാം. ആ കുഴി കുഴിച്ചു നോക്കുമ്പോ അവിടെ അവരുണ്ടാവില്ല. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ ആ നട തുറക്കുമ്പോ ഉണ്ടാവും, നടേന്റെ ഉള്ളിൽ ചിലപ്പോ അങ്ങനെ ഇരിക്കണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ജിത്തു ജോസഫിനെ സ്ക്രിപ്റ്റ് അയച്ചു നാച്ചുറാക്കത് അല്ല അത് ഭയങ്കര ഇതാവില്ല. അപ്പൊ വിശ്വാസത്തിന്റെ ഒരു ഭയങ്കര ലെവലാവും അത്. ഇവിടെ കുഴിച്ചിട്ട ആളെ കാണാനില്ല, നേരെ അമ്പലത്തിൽ പൊങ്ങി അങ്ങനെ ആയിക്കൂടെ. വീട്ടിൽ നിന്ന് തലയ്ക്ക് അടി കിട്ടി വീണ വരുൺ കാറിനകത്ത് വരുണില്ല. ഇവരെല്ലാരും കൂടി പെട്ടിയും പാക്ക് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോ വരുൺ വീട്ടിലിരുന്നു. ഇങ്ങനെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ജിത്തു ജോസഫിന് മാത്രമല്ല ബുദ്ധിയുള്ളത്. അപ്പൊ ഓക്കെ ഗൈസ് ബൈ.